ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ BBA സെക്കൻഡ് സെമസ്റ്റർ ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് അനലിറ്റിക്സ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ ഫസ്റ്റിൽ വരുന്ന ഫോക്കസ്ഡ് ഏരിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് 70 മാർക്സ് വരുന്ന ഒരു പേപ്പറാണ്. നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. തിയറി പാർട്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രോബ്ലം വരുന്നുണ്ട്, തിയറിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ബിസിനസ് അനലിറ്റിക്സ്? ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഡാറ്റ ടു മേക്ക് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. അതായത് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു എന്തിൻ്റെ പ്രോസസ്സാണ്? ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബിസിനസ്സിൽ ബെറ്ററായിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുക. അതിനൊക്കെ പറയുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ബിസിനസ് അനലിറ്റിക്സ്. നമുക്ക് വേണമെങ്കിൽ വേറൊരു ഡെഫിനേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ബിസിനസ് അനലിറ്റിക്സ് മീൻസ് യൂസിങ് ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് എ ബിസിനസ് ആൻഡ് മേക്ക് ബെറ്റർ ഡിസിഷൻസ്. അതായത് എന്താ? ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, ബിസിനസ്സിനെ നല്ല രീതിക്ക് മനസ്സിലാക്കാം, അതുപോലെ തന്നെ ബിസിനസ്സിൽ ബെറ്റർ ആയിട്ട് എങ്ങനെ ഡിസിഷൻസ് എടുക്കാം. അതാണ് മെയിനായിട്ട് ബിസിനസ് അനലിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇംപ്രൂവ് ബിസിനസ് പെർഫോമൻസ്, ബിസിനസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക. എന്ത് വെച്ച്? ഡാറ്റ വെച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് എന്താ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് അനലിറ്റിക്സ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? നമുക്ക് പറയാം. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്സ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ യൂസിങ് ഡാറ്റ. ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബിസിനസ്സിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ബെറ്റർ പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ എന്താക്കും? മോസ്റ്റ്ലി നമുക്കറിയാം കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും. അതുപോലെ തന്നെ ഐഡന്റിഫൈസ് ഇൻ ബിസിനസ് ട്രെൻഡ്സ്. അതായത് ഇയറിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതുപോലെ തന്നെ ഇയറിൽ സെയിൽസ് കൂടിയോ കുറഞ്ഞോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബിസിനസ് ട്രെൻഡ്സിലൂടെ. അതുപോലെ തന്നെ ഇത് എന്താക്കും? റെഡ്യൂസ് റിസ്ക് കുറക്കും. അതുപോലെ തന്നെ അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന ലോസ് അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അതിനെ പറയുന്നതാണ് അൺസർട്ടനിറ്റി. അതൊക്കെ ഇത് കുറക്കും. അതുപോലെ തന്നെ ബിസിനസിന്റെ ഗ്രോത്ത് ഇത് നല്ല രീതിക്ക് തന്നെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്സ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യും. മൂന്നാമത് വരുന്നതാണ് ഇംപ്രൂവ് ബിസിനസ് ട്രെൻഡ്സ്, ഐഡന്റിഫൈസ് ദ ബിസിനസ് ട്രെൻഡ്സ്. പിന്നെ വരുന്നതാണ് റെഡ്യൂസസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, ഇൻക്രീസ് ദ ഗ്രോത്ത് ഓഫ് ബിസിനസ്. അതിപ്പോൾ ഇതൊക്കെയാണ് ഈ പോയിന്റ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. 3 മാർക്സ് ആയിട്ട് ചോദിക്കും. 3 മാർക്സ് ആയിട്ട് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ബിസിനസ് അനലിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞു അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിട്ട് ഒരു ബിസിനസ്സിൽ എങ്ങനെ ബെറ്റർ ആയിട്ടൊരു ബിസിനസ് ഡിസിഷൻ എടുക്കാം. അതാണ് ബിസിനസ് അനലിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ എക്സാമ്പിൾ എഴുതാം. അതുപോലെ തന്നെ തേർഡിൽ നമുക്ക് ഡെഫിനിഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പോയിന്റ്സ് നമുക്ക് എന്താണ് ഓർമ്മ ഉള്ളത് അതൊക്കെ വെച്ചിട്ടായാലും നമുക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൽസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് കാണിക്കും. അതായത് മന്ത്ലി സെയിൽസ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഗ്രോത്ത്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിമാൻഡ്, അതുപോലെ എക്സെട്ര, അതൊക്കെ അത് കാണിക്കും. സെക്കൻഡ് വരുന്നതാണ് ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്. അതായത് ടെൽസ് വൈ ഇറ്റ്സ് ഹാപ്പൻസ്. അതായത് എന്തുകൊണ്ട് അത് സംഭവിച്ചത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് എന്തുകൊണ്ട് ഡിക്രീസ് ആയി, അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നൈസ് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമത് വരുന്നതാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. അതായത്
ടെൽസ് വാട്ട് മേ ഹാപ്പൻസ് ഇൻ ഫ്യൂച്ചർ. പ്രെഡിക്റ്റീവ് എപ്പോഴും നമ്മൾ ഫ്യൂച്ചറിലായിരിക്കും വരാം. അതായത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അതിനെ പറയുന്നതാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. അതായത് ഫോർകാസ്റ്റിംഗ്, അതായത് അടുത്ത മാസത്തെ സെയിൽസ് നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി തീരുമാനിക്കാം. ഞാനിങ്ങനെ പറയാം, അടുത്ത മാസം എൻ്റെ ഷോപ്പിൽ എനിക്ക് 50% ഓഫ് സെയിൽസ് ഇൻക്രീസ് കിട്ടും. അങ്ങനെയൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ് അനലിറ്റിക്സ്, അതായത് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് വ്യൂ, അതായത് കാഴ്ചപ്പാട്. ഡിഫറെൻറ്റ് പേഴ്സൺ ഹാവ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്. എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല ചിലപ്പോൾ വാച്ച് ചെയ്യണ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്. അതുപോലെ അതായത് വാട്ട് ടു ഡു, എന്താ ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സജസ്റ്റിംഗ് ഓഫേഴ്സ്, അതായത് ആക്ഷൻസ് എടുക്കാം, മനസ്സിലായ. അതുപോലെ തന്നെ സജസ്റ്റിംഗ് ഓഫേഴ്സ് ടു ഇൻക്രീസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, റാൻഡമായിട്ട് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക. അതിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റ് ഹൂസ് റിസൾട്ട് കനോട്ട് ബി പ്രെഡിക്റ്റഡ് എക്സാക്ട്ലി. അതായത് അതിന്റെ റിസൾട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോസിങ് കോയിൻ. ഞാനിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന വിചാരിക്കാം. ഇറ്റ് മേ ബി ഹെഡ് ഓർ ടെയിൽ. ഹെഡ് ആയിരിക്കാം, ടെയിൽ ആയിരിക്കാം. അതുപോലെ തന്നെ റോളിങ് എ ഡൈസ്, അതായത് ഡൈസ് നമ്മൾ റോൾ ചെയ്യാം. ഡൈസിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അത് ചിലപ്പോൾ 1 ആവാം, ഇറ്റ് മേ 2 ആവാം, ഇറ്റ് മേ 3 ആവാം. അതാണ് റാൻഡം എക്സ്പെരിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിക്കിങ് എ കാർഡ് ഫ്രം ഡെക്ക്. ലൈക്ക് എന്താ, ചിലപ്പോൾ അത് കാർഡ് എടുക്കുമ്പോൾ കിങ് ആവാം, ചിലപ്പോൾ ക്യൂൻ ആവാം, എക്സെട്ര വാട്ട് എവർ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് സാമ്പിൾ സ്പേസ് എന്ന് ചോദിക്കും. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റിലെ എല്ലാ പോസിബിൾ ഔട്ട്കംസിന്റെ സെറ്റിനെ പറയണതാണ് എന്ത്, സാമ്പിൾ സ്പേസ്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോസിങ് എ കോയിൻ. സാമ്പിൾ സ്പേസ് പറയുകയാണെങ്കിൽ ഹെഡ് ഉണ്ടാവും, ടെയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ റോളിങ് എ ഡൈസ് ഇടുകയാണെങ്കിൽ തന്നെ അതിന്റെ സാമ്പിൾ സ്പേസ് പറയുകയാണെങ്കിൽ 1 2 3 4 5 6. ഒന്നില്ല, നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന് 2 സൈഡ് ഉണ്ടാവും, ഹെഡ് ഉണ്ടാവും, ടെയിൽ ഉണ്ടാവും. അതായിരിക്കും അതിന്റെ സാമ്പിൾ സ്പേസ്. അതുപോലെ തന്നെ ഡൈസ് നമ്മൾ റോൾ ചെയ്യണമെങ്കിൽ തന്നെ അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും, അതായിരിക്കും അതിന്റെ സാമ്പിൾ സ്പേസ്. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഈവന്റ്. ഈവന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റ് ഈസ് ആൻ ഔട്ട്കംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഔട്ട്കംസ് ഫ്രം എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിലെ ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഔട്ട്കംസ്, അതിന് പറയുന്നതാണ് ഈവന്റ്. അതായത് സബ്സെറ്റ് ആയിരിക്കും, സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിരിക്കും ഈവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഒരു എക്സാമ്പിൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡൈസ് ത്രോ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. അതായത് ഒരു ഡൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര വരെ ഉണ്ട്, 6 വരെ ഉണ്ടാവും ഒരു ഡൈസിൽ. അപ്പോൾ ഗെറ്റിംഗ് ഓൺ ഈവൻ നമ്പേഴ്സ് എല്ലാവർക്കും അറിയൂലേ, 2 4 6. അതാണ് ഇതിന്റെ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈസ് അറിയുമ്പോൾ 6 ഇതുണ്ടാവും ഡൈസിൽ. അപ്പൊ നമുക്ക് എന്താ ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ്, അതായത് 2 4 6. നെക്സ്റ്റ് വരുന്നതാണ് probability using relative frequency. Means finding probability based on actual experiment or past data. അതായത് probability കണ്ടുപിടിക്കുക എന്തിന്റെ ബേസ്ഡിലായിരിക്കും, ആക്ച്വൽ എക്സ്പെരിമെന്റിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഡാറ്റയുടെ ബേസിൽ നമ്മൾ probability കണ്ടുപിടിക്കാം. probability is equal to number of times an event happens plus total number of trials. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോയിന് നമ്മൾ 10 പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ അതിൽ ഹെഡ് വീഴാനുള്ള സാധ്യത 6 പ്രാവശ്യമായിരിക്കും. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഇസ് ഈക്വൽ ടു 6/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. അതാണ് പ്രോബബിലിറ്റി യൂസിങ് റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്ര ഓഫ് ഈവന്റ്. അതായത് യൂണിയൻ ഇന്റർസെക്ഷൻ ആയിരിക്കും, അതായത് യൂണിയൻ ഓഫ് ഈവന്റ്സ് ആയിരിക്കും. ഇത് A union B is equal to event A or event B occurs. നെക്സ്റ്റ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക, നല്ല രീതിക്ക് എക്സാം അപ്രോച്ച് ചെയ്യുക.
അപ്പോൾ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല, കാരണം ഇതൊരു തിയറി പേപ്പറാണ്. മോസ്റ്റ്ലി തിയറി ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.